نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും അമൂല്യമായ, ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമായി അനുഗ്രഹം അത് മനുഷ്യന്റെ സമയം എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ സമയമാണ് നമുക്കുള്ള ആയുസ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നഷ്ടപ്പെട്ട പലതും സ്വന്തമാക്കാൻ കഴിയുന്ന ഈ ലോകത്ത് ജോലിയായാലും സമ്പത്തായാലും ആരോഗ്യമായാലും കുടുംബമായാലും കൂട്ടുകാരായാലും ഇലക്ഷനിൽ നഷ്ടപ്പെട്ട സീറ്റായിരുന്നാലും തിരിച്ചെടുക്കാനും തിരിച്ചുപിടിക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ചെടുക്കാൻ കഴിയാത്തത് അവന്റെ ആയുസ്സിൽ അവന് നിശ്ചയിക്കപ്പെട്ട സമയമാണ് എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങള് നമ്മൾ തിരിച്ചറിയണം. മഹാനായ അസ്റുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്: ജീവിതം എന്നാൽ
മനുഷ്യന്റെ ജീവിതം എന്നാൽ മനുഷ്യ ജീവിതം എന്നത് 3 ദിവസങ്ങളെ പോലെയാണ്. 3 ദിവസമുള്ള മനുഷ്യന്റെ ആകെ തുകയുള്ള ജീവിതം. ഇന്നലെ എന്നുള്ളത് ഇന്നലെ, ഇന്ന്, നാളെ. നമ്മുടെ മനുഷ്യ ജീവിതത്തെ നമ്മൾ ആകെ തുകയായി കൊണ്ടുവരികയാണെങ്കിൽ 3 ദിവസം. അതിൽ ഒന്നെന്താ? അംസി, കഴിഞ്ഞുപോയി. നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ഇന്നലെ എന്നുള്ളത്. നാളെ എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല നാളെ എന്താണ് സംഭവിക്കുക എന്നത്. ഈ ദുനിയാവിൽ നാളെ എന്ത് നടക്കുമെന്ന് ഒരാൾക്കും പറയാനാകില്ല. ഇന്നലെ കഴിഞ്ഞുപോയി. നാളെ എന്ത് നടക്കും? ആരധികാരത്തിൽ വരും? ആർക്ക് ഭൂരിപക്ഷം കിട്ടും? ആർക്ക് കൂടുതൽ സീറ്റ് കിട്ടും? ആര് ഇകഴ്ത്തപ്പെടും? ആര് കൂടുതൽ വോട്ട് കിട്ടും? ഇതൊന്നും നമുക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഇന്നാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. കഴിഞ്ഞ കാലം ഇന്നലെ നഷ്ടപ്പെട്ടു പോയി. ഭാവി പടച്ച തമ്പുരാന്റെ കയ്യില്. ആകാശഭൂമികൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിൽ അദൃശ്യം ഒരാൾക്കും പറയാനാവൂല. ഒരാൾക്കും ഭാവി പ്രവചിക്കാനാവൂല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശാലത്തിലാണ് അവൻ നിഷേധിയായി മാറിയത്. ചില ഉദ്ധരണിയിൽ കാണാം, ഒരു ജ്യോത്സ്യക്കാരൻ ഭാവി പ്രവചിക്കുന്ന ഒരാള്, അയാൾ പറയുന്നതെങ്ങാനും നമ്മൾ വിശ്വസിച്ചു പോയാൽ 40 ദിവസത്തെ നമസ്കാരം നിഷ്ഫലമായി, നിഷ്പ്രഭയായി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയുണ്ടായി. അധികാരം മാറി മാറി വരും. ആരാണ് അധികാരത്തിലെത്തുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അള്ളാഹുവിന്റെ അടുക്കലാണ് അധികാരം കിടക്കുന്നത്. അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് തുതിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിച്ച ആളുകളെ അധികാരം ഏൽപ്പിക്കും. ആരിൽ നിന്ന് അധികാരത്തിന്റെ കസാരകൾ തെറിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനാർത്ഥികളിൽ നിന്ന് സീറ്റ് ഇല്ലാതാവും, കസാര പോകും. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനാണ്. അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ പ്രതാപകനാക്കും. അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ എണ്ണിക്കുന്ന. ഇതാണ് ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തു. നമുക്ക് ഓരോ ഇന്ത്യയിലെ ഓരോ പൗരനും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമ്മതിദാന അവകാശം, മനസ്സാക്ഷിയുടെ അംഗീകാരം നമ്മൾ ഉദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കാനാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇനി വരുന്നോട് വെച്ച് കാണാം. അള്ളാഹുവിന്റെ തൗഫീഖ് പോലെ നടക്കും. നമ്മൾ ഇന്നിനെ ഉപയോഗപ്പെടുത്തണം. നാളെ എന്ത് നടക്കും, ഏത് രൂപത്തിലാകുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത ഇത്തിയാവിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും രാപ്പകലുകളും മഴക്കാലവും വേനൽക്കാലവും വസന്തകാലവും ഉഷ്ണകാലവും തണുപ്പുകാലവും മാറി മാറി വരുന്ന അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. രാവിലെയും പകലിനെയും മാറി മറിച്ചുകൊണ്ടിരിക്കുന്നു. ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ ഗുണപാഠമുണ്ട്. രാപ്പകലുകള്, സീസണുകള്, ഉഷ്ണകാലം ഇതൊക്കെ ഇങ്ങനെ മാറി വരുമ്പോഴേ അതിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്തിനാണ് ഈ രാപ്പകലുകൾ മാറി വരുന്നത്? വിശുദ്ധ ഖുർആൻ പറയാ, അവനാണ് രാപ്പകലുകളെ മാറി മറിച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടത്. രണ്ട് കാര്യത്തിലാണ് രാപ്പകലുകളും സമയങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ മാറി വരുന്നത്. ലിമൻ അറാദ യസ്സക്കറ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, ഉത്ബുദ്ധമാകാൻ, ഔ അറാദ ശുകൂറ, അല്ലെങ്കിൽ നന്ദിയുള്ളവനായി മാറണം.
കിട്ടിയ അനുഗ്രഹത്തിന്, കിട്ടിയ സൗഭാഗ്യത്തിന് കൃത്യമായി അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും, അതുപോലെ തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്ബുദ്ധമായി ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രവർത്തിക്കാനുള്ള ബോധമാണ് കാലങ്ങളും സമയങ്ങളും മാസങ്ങളും ഒക്കെ വഴിമാറുമ്പോൾ നമുക്കുണ്ടാകേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയെന്ന് വരില്ല. എങ്കിലും 8 കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലുഹും വലാ ബുദ്ദ ലിൽ ഇൻസാനി യൽഖാ സമാനിയ. 8 കാര്യങ്ങൾ, അതിനെ നേരിടാതെ മനുഷ്യരുടെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. 8 കാര്യങ്ങൾ ഉണ്ടാവും. അത് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സുറൂറും വഉസ്നുൻ വഇജ്തിമാഉം വഫുർഖത്തുൻ വയുസ്റും വഉസ്റും സുമ്മ ദകമും വആഫിയ. സുറൂറും വഉസ്നുൻ, സുഖമുണ്ടാകും, കൂടെ ദുഃഖവുമുണ്ട്. സുഖം മാത്രമല്ല ഒരാൾക്ക് ഉണ്ടാകുക, കൂടെ ദുഃഖമുണ്ട്. സുഖവും ദുഃഖവും തൂവൽ പക്ഷികളാണെന്ന് മനസ്സിലാക്കണം. സുഖമുണ്ടായെന്ന് വിചാരിച്ച് കാലാകാലവും സുഖവും ഐശ്വര്യവും സൗഭാഗ്യവും അനുഗ്രഹങ്ങളും കിട്ടിയെന്ന് വരില്ല. അതിന്റെ കൂടെ ദുഃഖമുണ്ട്, സങ്കടമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇജ്തിമാഉൻ, ഒന്നിച്ചു കൂടുക, അതുപോലെ തന്നെ വേർപിരിയുക. ഒത്തുകൂടലും വേർപിരിയലും കാലത്തിന്റെ ഗമനത്തിൽപ്പെട്ടതാണ്. എല്ലാവരും ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാവും. നാം അറിയാതെ, നമ്മൾ ഓർക്കാതെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന, മരിച്ചു പോകുന്ന, അപകടത്തിൽപ്പെടുന്ന, മാഞ്ഞു പോകുന്ന, മറഞ്ഞു പോകുന്ന ആ അവസ്ഥയും നമ്മെ സംബന്ധിച്ച് ഉണ്ടാകുന്ന. എപ്പോഴും ജീവിതത്തിൽ എളുപ്പമുണ്ടായെന്ന് വരില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാന, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. എളുപ്പവും പ്രയാസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് ദുനിയാവിന്റെ അവസ്ഥയാണ്. സുമ്മ സഖമും വആഫിയ, രോഗവും ആരോഗ്യവും മാറി മാറി വരുന്ന ഈ ദുനിയാവിന്റെ നഗ്ന സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊള്ളാതെ, ഇതിനെ നേരിടാതെ, ഇതിനെ അഭിമുഖീകരിക്കാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് സഹോദരങ്ങളെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനും അതിനനുസൃതമായി നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുകയും ചെയ്യണം. നാം ജീവിക്കുന്ന ദുനിയാവ് നശ്വരമാണ്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകം ദുനിയാവിനെ അപേക്ഷിച്ചുകൊണ്ട് നിസ്സാരമാണെന്ന, ദുനിയാവ് പരലോകത്തെ അപേക്ഷിച്ച് നിസ്സാരമാണെന്ന അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. ഒരു കൊതുകിന്റെ ചിറകിനേക്കാളും നിസ്സാരമായ, ഒരു കൊതുകിന്റെ ചിറകിനേക്കാളും നിസ്സാരമാണ് ഈ ദുനിയാവുന്ന. 60, 70, 80, 100 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചാലും എത്ര കെട്ടിമറിഞ്ഞാലും സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിന്ന് ഒരറക്ക് വെള്ളമേ അവന് കുടിക്കാൻ കഴിയുന്നില്ല. കൊതുകിന്റെ ചിറകിനേക്കാളും നിസ്സാരമായ ദുനിയാവ്. ഈ ദുനിയാവിന്റെ നെട്ടോട്ടം ഓടുക. നമ്മള് പലപ്പോഴും മരണത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും ഈ ദുനിയാവിൽ നമ്മൾ പണിയുന്ന ഭവനവും അധികാരവും അതുപോലെ എല്ലാം എടുക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകണമെന്നുള്ള ബോധമില്ല. നമുക്ക് ജീവൻ നൽകിയ അന്ന് അള്ളാഹ് തീരുമാനിച്ച ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് ഒരു നിമിഷം പോലും അള്ളാഹു പിന്തിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങളെ ഉൾക്കൊള്ളണം. 950 കൊല്ലം പ്രബോധനം നടത്തി നന്ദിയുള്ള അടിമ എന്ന സ്ഥാനത്തോടെ കിട്ടിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ മലക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 950 കൊല്ലം പ്രബോധന വഴിത്താരയിൽ ജീവിച്ച അങ്ങേക്ക് ഈ ദുനിയാവിനെ കുറിച്ച്, ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് കാണാൻ കഴിയും, ചരിത്രത്തിന്റെ താളുകൾ കാണാൻ കഴിയും. 2 കവാടമുള്ള ഒരു വീടിനെ പോലെയാണ്. 2 കവാടമുള്ള ഒരു വീടിനെ പോലെ, ഒരു കവാടത്തിലൂടെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയും മറു കവാടത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തതിനെ പോലെയാണ് ദുനിയാവുന്ന. അത്ര നിശ്ചലമാണ്. പരലോകത്തിൽ എത്തിപ്പെടുമ്പോൾ എത്ര വർഷം നമ്മൾ ജീവിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ ദുഹ വരെ ജീവിച്ചു, വൈകുന്നേരം വരെ ജീവിച്ചു എന്ന് പറയാവുന്ന രൂപത്തിലുള്ള നശ്വരമായ ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഒന്നുകൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അഖിയാസുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അക്സറു ദിക്റ ലിൽ മൗത്ത്, മരണത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാണ്. ഞാൻ മരിച്ചു പോകേണ്ടവനാണ്. ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങൾക്ക് റബ്ബിന്റെ കോട്ടിൽ വെച്ച് ഓരോന്നോരോന്നായി എണ്ണി പറയാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും, ആയുസിനെ കുറിച്ച് ചോദിക്കും, യുവത്വത്തെ കുറിച്ച് ചോദിക്കും, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബു, എവിടെ പണം കിട്ടി, വമിമ്മാ അൻഫഖു, എവിടെ ചെലവാക്കി. ഇത് പറയാതെ ആദമിന്റെ മകന് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയില്ല എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാനും. ഈ ദുനിയാവിനെ നോക്കിക്കാണുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാല അക്സറുഹും ദിക്റൽ മൗതി വഅശദ്ദഹും ഇസ്തിഅദാദ ലഹു, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. ദുനിയാവിന് വേണ്ടി, കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ആളുകളാണ്. പക്ഷെ പരലോകത്തിന് വേണ്ടി ഈ ദുനിയാവിലെ ജീവിതവും മരണവും നമുക്ക് നിശ്ചയിച്ചെന്തിനാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, പരലോകത്തിന് വേണ്ടി ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നന്നായി പണിയെടുക്കുന്നത് എന്ന് നമ്മെ പരീക്ഷിക്കാനാണ് ജീവിതവും മരണവും അല്ലാഹു നിശ്ചയിച്ചതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വേറെ അവധിയിലാണ് നമ്മളുള്ളത്. ഇതിന്റെ വില എന്താണ്, നില എന്താണ്, മൂല്യം എന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്ന അധികം ആളുകളും വിലയറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ട് അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാർ. അധികം ആൾക്കാർക്ക് വില അറിയില്ല. വിലയറിയാതെ പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അസ്സിഹതു വൽ ഫറാഗ്, ആരോഗ്യ. വേണ്ടതിനും വേണ്ടാത്തതിനും മുട്ടിതിരുത്തി തെരുവോരങ്ങളിൽ ഇറങ്ങി സിന്ദാബാദ് വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ആരോഗ്യം അതിന്റെ വില എന്താണ്, അതിന്റെ മൂല്യം എന്താണ് നമുക്ക് തിരിച്ചറിയണം. വൽ ഫറാഗ്, ഒഴിവു സമയം, വേനലവധി, വെക്കേഷൻ. നമ്മളൊക്കെ വെക്കേഷന്റെ ടൈമാണ്. വിദ്യാലയങ്ങളൊക്കെ അടച്ച് എന്ത് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒഴിവുള്ള സമയമുണ്ട്. ഒരു കല്യാണത്തിന് വിളിച്ചാൽ വരാൻ നേരല്ല, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നേരല്ല, നാട്ടുകാർ കിഴച്ചെല്ലസ് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ അതിൽ ഇരിക്കാൻ നേരല്ല. നമ്മള് ഓടുക, നെട്ടോട്ട് മൂടുക. നമുക്ക് വീണ്ടും കിട്ടുന്ന ഒഴിവു സമയത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം നമുക്ക് വേണം. അതിന് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. മഹലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേനൽ ക്ലാസുകൾ, വെക്കേഷൻ ക്ലാസുകൾ, റിലീജിയസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ട സമയം പലയിടത്തും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും ഈ വെക്കേഷൻ ടൈമിൽ നമ്മൾ കാണിക്കണമെന്നാണ് എനിക്കതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി നമ്മള് ഈ 2 മാസം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ചില കാര്യങ്ങൾ, ഒന്നുമില്ലെങ്കിൽ പ്രബോധന വഴിക്കാരയിൽ കണ്ണികളാകാൻ, തന്റെ യൂണിറ്റുകളെ സജീവമാക്കാൻ, തന്റെ മണ്ഡലങ്ങളെ സജീവമാക്കാൻ എംഎസ്എമ്മിന്റെ കുട്ടികളെ നമ്മൾ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി വിയർപ്പൊഴുക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. വളർന്നു വരുന്ന സമൂഹം അവരാണ് ഈ ലോകത്തിന്റെ, ഈ നാടിന്റെ ചുക്കാൻ പിടിക്കേണ്ടത്. അവരെ ദീനുമായി അടുപ്പിക്കണം. പള്ളിയുമായി ബന്ധം വേണം, സംഘടനയുമായി ബന്ധം വേണം. ആരുമായി ബന്ധമില്ലാതെ ഓടി നടന്ന് റീൽസും കണ്ട് പോകുന്ന അവസ്ഥയിൽ നിന്നും മാറി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ട സമയമാണ് ഈ വെക്കേഷൻ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. യാഥാർത്ഥ്യമാണ്. 5 കാര്യങ്ങൾക്ക് ശേഷം 5 കാര്യം വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹർമിക, നീ വൃദ്ധനാകുന്നതിന് മുമ്പ്, നീ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ യുവത്വമില്ലേ, അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. ദീനിനു വേണ്ടി, പരലോകത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ശബാബിനെ, നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. രോഗിയായി മാറാൻ ഒരു ബ്ലഡ് റിപ്പോർട്ടുമായി വരുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ ബെഡ് കൊടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തി നമ്മളെ ബെഡ് കൊടുത്ത് സഹോദരന് വേണ്ടി ഏറ്റെടുക്കാൻ കഴിയുമെന്ന ക്രോസ് മാച്ചിങ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് മാരകമായ രോഗത്തിന് ഉടമയാണ് എന്നുള്ള വസ്തുത അറിയാൻ. രോഗിയായി മാറുന്നതിന് മുമ്പ് തന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമാകണം.
നീ കുത്തുപാള എടുക്കുന്നതിന് മുമ്പ് നഷ്ടവും അധോഗതിയും അതുപോലെ തന്നെ പരാജയവും സാമ്പത്തിക രംഗത്ത് വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ സാമ്പത്തികമായ അനുഗ്രഹം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ ദീനിന് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സന്നദ്ധമാകണം. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ യതീമ, നാളത്തെ യാചകന. അത് മനസ്സിലാക്കണം നമ്മൾ. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ജോലി തിരക്കുകൾ നിന്നെ തേടിയെത്തുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ഒഴിവ് സമയത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. മുന്നിൽ കൊണ്ടുവച്ച കട്ടൻ ചായ പോലും കുടിക്കാൻ നേരമില്ലാതെ, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ നേരമില്ലാതെ ഓടിച്ചാടി പരവശരായി നടക്കുന്ന ജോലി തിരക്കുകൾ ഉണ്ടായേക്കാം. അത് വരുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവു സമയം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക. മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഈ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാകണം. മരിച്ചു പോകുന്നത് ഉറപ്പാണ്. എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്ത സകല പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായും അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കും. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗാവകാശിയായി മാറുക എന്നതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യം കരസ്ഥമാക്കുന്ന യഥാർത്ഥ ഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസു ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അധ്വാനിക്കണം എന്നതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ ആകത്തുക. ഏതവസ്ഥയിലാണ് അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്കറിയില്ല. നാളത്തെ കാര്യങ്ങൾ അറിയാത്തതുപോലെ എവിടെ വെച്ച്, ഏത് രൂപത്തിൽ, ഏത് സാഹചര്യത്തിൽ മരണം നമ്മെ പിടികൂടുക എന്ന് നമുക്ക് ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഈ സംസാരം മുഴുവനിക്കാൻ കഴിയുമോ എനിക്കറിയില്ല. നമുക്ക് തിരിച്ച് നമ്മുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാകുമോ എന്നറിയില്ല. ദുനിയാവ് നശ്വരമാണ്, ക്ഷണികമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ കാത്തു നിൽക്കുന്നത്? ബാദിറു ബിഅഅമാലി സബ്അ. 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. അൽ തൻതദിറൂന ഇല്ലാ ഫഖ്റൻ മുൻസിയ. എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാണോ? ഇസ്രായേലും ഇറാനിലുമുള്ള അവസ്ഥ എന്താ? യുദ്ധം നിർത്തിവെച്ചു എന്ന സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ഇതിനിടയ്ക്ക് ബോംബും മിസൈലും വർഷിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറുതി പോലെ തുടങ്ങിയത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക വരിക. ആലോചിച്ചോളണം. പുറം ലോകം അറിയാത്ത എത്രയെത്ര വിവരങ്ങളുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, ദാഹനീരിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആയിരങ്ങളുണ്ട് അവിടെ. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ വരുന്നതിന് മുമ്പ് എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ അതിരുവിട്ട സമ്പാദ്യമാണോ? സമ്പന്നതയാണോ? പൈസ കൂടിയാലും കേടാണ്, പൈസ കുറഞ്ഞാലും കേടാണ്, പൈസ കൂടിയാലും കേടാണ്. സമ്പത്ത് കൂടിയ ആളുകൾ പാവപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന ആളുകളെ കാണാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദരിദ്രന്മാരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ച് 40 കൊല്ലം കഴിഞ്ഞ് സമ്പന്നരായ ആളുകൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന അതിരുകടന്ന സമ്പന്നത നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് നിങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. പറയുന്ന വാർദ്ധക്യം ബാപ്പാക്ക് ചെന്യ, ബാപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വെള്ളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയല് പിച്ചും പെയ്യും പറയാനാ. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥ. പിച്ചും പെയ്യും പറയുന്ന ആ വാർദ്ധക്യം നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ്
പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. ആകസ്മികമായ മരണം, ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും നിലച്ചിരിക്കാത്ത അവസ്ഥയിൽ മരണം നമ്മളെ കൊണ്ടുപോകും. സഹോദരങ്ങളെ, നമ്മളെ അള്ളപ്പോൾ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എത്ര ആളുടെ നമുക്ക് മാപ്പ് വയ്ക്കാനുണ്ട്, എത്ര ആളുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ട്, എത്ര എത്ര കണക്കുകൾ നമുക്ക് നികത്താനുണ്ട്, പരിഹരിക്കാനുണ്ട്, എത്ര എത്ര തടങ്ങൾ കൊടുക്കാനുണ്ട്. മരിച്ചാലും ബന്ധം പിരിയാത്താണ് കടന്ന മയ്യത്ത് നമസ്കാരം പോലും പ്രവാചകൻ നിസ്കരിക്കാൻ സന്നദ്ധമായാത്ത കടം നമ്മൾ ഇവിടെ എഴുതി വെച്ചോ, ഏതെങ്കിലും ഡയറിയിൽ നമ്മൾ എഴുതി വെച്ചോ? നമ്മുടെ പ്രിയവരോട് പറഞ്ഞു, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബാധ്യതയെ കുറിച്ച്? ആകസ്മികമായ മരണം വരാം. ഇതുമല്ലെങ്കിൽ ദജ്ജാലിനെ കാത്തിക്കുക. ഈ പറഞ്ഞതൊന്നുമല്ലാതെ ദജ്ജാലിനെ കാത്തിക്കുകയാണോ? ഖിയാമത്തിന്റെ അവസാനത്തിൽ ദജ്ജാൽ വരും. ആ ദജ്ജാലിനെ കാത്തിക്കങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ അതുമല്ല, ദുനിയാവ് തകർന്ന് തരിപ്പിടമാകുന്ന ഖിയാമത്ത് നാളിനെയാണോ, അന്ത്യദിനത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ തേടിയെത്തുന്നതിന് മുമ്പ് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. മരിച്ചു പോകുമ്പോൾ സ്വർഗാവകാശമായി മാറുക എന്നത് ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യ. ആ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വർഗം നേടുന്ന മഹാഭാഗ്യശാലികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന വിഭാഗക്കാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പരമാവധി ഉൾക്കൊള്ളുവാനും അസത്യത്തെയും അധർമ്മത്തെയും അന്യായത്തെയും അതേതാണെന്ന് തിരിച്ച് മനസ്സിലാക്കി പരമാവധി വർദ്ധിക്കാനുള്ള ബോധവും മനക്കരുത്തും തൗഫീഖും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ, ഈ മഹലിന് വേണ്ടി വിയർപ്പൊഴുകിയിട്ടുള്ള ആദർശ ബന്ധുക്കൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. توفنا مسلما والحقنا بالصالحين. ربنا أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.